മനക്കലെ പത്മതീർത്ഥ കുളത്തിൽ ഉയരുന്ന ഗായത്രി മന്ത്രം കേട്ട് എണീറ്റ വെളുപ്പം കാലങ്ങളാ എൻ്റെ ഓർമ്മയിൽ വരുന്നേ. മോളെ, ഞാനൊരു ഉറപ്പ് പറയാം. മരിക്കേണ്ടി വന്നാലും ഞാൻ മോളെ ചതിക്കില്ല. നീ എന്റെ മൊബൈൽ എടുത്ത് എന്റെ രഹസ്യങ്ങൾ ചോർത്തി കളിക്കാൻ ഇറങ്ങുമല്ലേടി? ഇപ്പൊ ഞാൻ നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്ന രഹസ്യ അറയിലേക്ക് കയറിയുള്ളൂ. ഇനി ഞാൻ നിങ്ങളുടെ ജീവിതം എന്ന രഹസ്യ അറയിലേക്ക് കയറും. നിങ്ങളുടെ മുഖം മൂടി ഞാൻ അഴിച്ചു മാറ്റുമ്പികെ. നിന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. എന്ത് വില കൊടുത്തും നിന്നെ ഞാൻ പൂട്ടും. നിങ്ങളെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കുമ്പികെ. മോളെ, ഒരു വഴക്ക് വേണ്ട. ഞാൻ ആരുടെ മോളല്ല. എന്റെ കാര്യത്തിൽ ഇടപെടരുത്. അതെനിക്കിഷ്ടല്ല. സിസ്റ്ററോട് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നിനക്ക് നല്ല തല്ലി മേടിച്ചു തരും. നിങ്ങൾ ആരാ എന്റെ അച്ഛന്റെ കാര്യത്തിൽ കയറി ഇടപെടാൻ? മകൻ പുറത്തേക്ക് പോയതുപോലെ നിങ്ങളെ ഞാൻ പുറത്തേക്ക് അയക്കും ഇപ്പോ. ആഹാ, എന്നാ നീ എന്നെ ഇറക്കി നോക്കടി. ഒരു വഴക്ക് വേണ്ട. ഞാൻ മോളോട് സംസാരിക്കാം. മോള് വാ, ആന്റിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. മോള് വന്നേ. വാ വാ. ഇങ്ങോട്ടൊന്ന് വന്നേ, പറയട്ടെ. ഇവിടെ നിക്ക് മോളെ. ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു കുഴപ്പക്കാരിയല്ല. ഞാൻ ഇതേ വന്ന് പെട്ടുപോയതാ. എന്റെ ഗതികേടുകൊണ്ടാ. എന്റെ ശരിയായ പേര് സംയുക്ത എന്നാ. തകർന്നു പോയ ഒരു മനക്കിലെ പാവപ്പെട്ട പെൺകുട്ടിയാ ഞാൻ. എട്ടുകെട്ടും പടിപ്പുരയും കാര്യസ്ഥന്മാരും പറമ്പിൽ നിറയെ പണിക്കാരും ആനകളും ആനക്കാരും തേവാരപ്പുരയും കൊച്ചമ്പലവും ഒക്കെയുള്ള ഒരു മനക്കിലെ കുട്ടി. പക്ഷേ കണ്ണടച്ച് തുറക്കും മുമ്പ് ഇതെല്ലാം ഇല്ലാണ്ടായി. പിന്നെ അംബിക മാഡം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടേ എൻ്റെ കഥയൊക്കെ ഞാൻ മോളോട് പിന്നെ പറയാം. ആന്റി പറയുന്നത് ശരിയാണെങ്കിൽ ആന്റി എങ്ങനെ ഇതിൽ വന്ന് പെട്ടു? അത് വലിയൊരു കഥയാ മോളെ. ആ കഥയൊക്കെ ഞാൻ ഇനിയൊരു അവസരത്തിൽ മോളോട് പറയാം. അവരെനിക്ക് വലിയ പേടിയാ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് അവരറിഞ്ഞ അവരെന്നെയും ഞങ്ങളെല്ലാത്തിനെയും ഇല്ലാണ്ടാക്കി കളയും. ആന്റി എല്ലാം എന്നോട് തുറന്നു പറയും. ചിലപ്പോ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. സ്വയം രക്ഷിക്കാൻ മാർഗമില്ലാതെ കൈയും കാലോട്ട് അടിക്കുന്ന മോള് എന്നെ എങ്ങനെ രക്ഷിക്കാനാ? അംബിക വർമ്മയുടെ കെണി വീണ് കിടക്കുന്നവർക്കാർക്കും ഒരു മോചനവും ഇല്ല മോളെ. അവരൊരു അസുര ജന്മോ. അവരെ തീർക്കണമെങ്കിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ പുതിയൊരു അവതാരം എടുക്കണം. അല്ല, അതവിടെ നിൽക്കട്ടെ. ഇതിത്ര കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ. ഇത്ര നിഷ്കളങ്കരായ മോളെയും രാജുവിനെയും ഒരു കാരണവശാലും ഞാൻ വേദനിപ്പിക്കുകയോ ചതിക്കുകയോ ഇല്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ആരെയും ചതിച്ച ശീലമോ പാരമ്പര്യമോ ഞങ്ങൾക്കില്ല മോളെ. മനക്കലെ പത്മതീർത്ഥ കുളത്തിൽ ഉയരുന്ന ഗായത്രി മന്ത്രം കേട്ട് എണീറ്റ വെളുപ്പം കാലങ്ങളാ എൻ്റെ ഓർമ്മയിൽ വരുന്നേ. മോളെ, ഞാനൊരു ഉറപ്പ് പറയാം. മരിക്കേണ്ടി വന്നാലും ഞാൻ മോളെ ചതിക്കില്ല. ഈ അംബിക ഇപ്പം ധിക്കരിക്കാൻ എനിക്കാവില്ല. കാരണം ഞാനിപ്പോൾ അവരുടെ തടവറയില്ല. ശുദ്ധഗതിക്കാരിയായി മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിയെടുക്കണമെന്ന വ്യാമോഹത്തോടെയൊന്നും അല്ല ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഒരു വലിയ ഗതികേടിന്റെ പേരിൽ തന്നെയാ. ആന്റി എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയേ. എന്തായാലും ഇപ്പൊ അത് പറയുന്നില്ല. ഒറ്റയ്ക്ക് എനിക്കിത് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ
ഒരു പക്ഷേ എനിക്ക് തുറന്നു പറയേണ്ടി വരും. അംബികയുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഞാനിത് വർമ്മ സാറിനോട് തുറന്നു പറയാം. പക്ഷേ അംബിക ഇത് അറിയരുത്. മോളെന്നെ വിശ്വസിക്കണം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഭഗവാൻ കൃഷ്ണനാണ് സത്യം. ഞാൻ മോളെ ചതിക്കില്ല. അല്ല, ആന്റി എങ്ങനെ ഇവരുടെ ചതിയിൽ പെട്ടുവെന്ന് എന്നോട് തുറന്നു പറയേ. ആ പവിത്രേ, അവിടെ പ്രതാപം വെയിറ്റ് ചെയ്യാ. വാ പോവാം. ഋതു, അവരെന്താ ഋതുവിനോട് പറഞ്ഞേ? രാജു, നമ്മൾ കരുതിയത് പോലെയൊന്നും അല്ല കഥ. എല്ലാം ഞാൻ പറയാം. എന്തായാലും അവരൊരു കുഴപ്പക്കാരിയല്ല. ദേ ഇങ്ങോട്ടിരിക്കെ. ആ ഇരിക്കടോ. നിങ്ങളെന്താ ഇങ്ങനെ മാറി നിൽക്കുന്നേ? ഇരിക്കുന്നില്ലേ? ആ ഇരിക്കാം സാർ. അല്ല, പവിത്ര എവിടെ പോയിരുന്നതാ? ഞാനെങ്ങും പോയില്ല. ഞാൻ മോളോട് സംസാരിക്കുമായിരുന്നു. അഹങ്കാരം പറയുന്നല്ല, എന്റെ മോളെ വളരെ ജീനിയസാ. ഇതുകൂടി കഴിക്കു പവിത്രേ. അയ്യോ മാഡം ക്ഷമിക്കണം, ഞാൻ ഫുൾ വെജിറ്റേറിയനാ. അതിനെന്തിനാ ക്ഷമ പറയുന്നേ? സസ്യാഹാരം കഴിക്കുന്ന ഒരു ഭാഗ്യവന്മാരാ. അവരുടെ ഉദരം ശുദ്ധവും മനസ്സ് പ്രകാശപൂർണവും ആകുന്നു. സ്വതവേ ഒരു മൊശടനായവൻ ഒരു പെണ്ണിനെ കണ്ടപ്പോ തമാശ പറയാനും തുടങ്ങിയിരിക്കുന്നു. മാംസാഹാരം മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾ കുട്ടിക്കാലം മുതൽ അത് കഴിക്കാറില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഈ കീടനാശിനികളിൽ മുക്കി വരുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നതിനേക്കാൾ വളരെ നല്ലതാ ഈ മാംസാഹാരങ്ങളൊക്കെ. ഇത് കഴിക്ക് ശ്രേ, ഇത് നല്ല കറിയാ. ആ